ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വീണ്ടും രാഷ്ട്രീയ ഭൂകമ്പം അരങ്ങേറുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുവാൻ വൈകിയത് വെറുമൊരു സാങ്കേതിക തടസ്സമായിരുന്നില്ല, മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്ന് കണ്ടതോടെ അന്വേഷണ സംഘത്തിന്റെ കൈകൾ കെട്ടിയിടാൻ ഉന്നത നീക്കം നടന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേസിലെ മുഖ്യപ്രതികളുമായി കടകംപള്ളി സുരേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തുടക്കത്തിലെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആഴ്ചകളോളം ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോയത് എന്തിന്? ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് CPIM-ന് വലിയ തിരിച്ചടിയാകുമെന്നും മുഖ്യമന്ത്രി ഭയന്നതായിരുന്നു കാരണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കടകംപള്ളിയെ തുടരുത് എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായിട്ടാണ് ഇപ്പോൾ വരുന്ന സൂചന. പോലീസിനെ ഉപയോഗിച്ച കേസിലെ തെളിവുകൾ നശിപ്പിക്കുവാനും ആഭ്യന്തര വകുപ്പ് ഒത്താശ ചെയ്തുവെന്നാണ് ആരോപണം ഇപ്പോൾ ശക്തമായി വരികയാണ്. ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനം ഉയർന്നില്ലായിരുന്നുവെങ്കിൽ കടകംപള്ളി ഇപ്പോഴും സുരക്ഷിതനായിട്ട് ഇരിക്കുമായിരുന്നു. വമ്പൻ സ്രാവുകൾ വലയിലുണ്ടോ എന്ന കോടതിയുടെ ചോദ്യമാണ് പോലീസിനെ ഒടുവിൽ കടകംപള്ളിക്ക് മുന്നിൽ എത്തിച്ചത്. എങ്കിലും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യൽ പോലും അതീവ രഹസ്യമാക്കി വെച്ചത് എന്തിനാണ്? ജനങ്ങളിൽ നിന്നും വസ്തുതകൾ മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ കടകംപള്ളിയെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിന് സമ്മർദ്ദം ചെലുത്തിയത് എന്തിനാണ് എന്ന പ്രധാന ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു കേൾക്കുകയാണ്. ഈ ചോദ്യങ്ങളെല്ലാം അലയടിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നതും അതിൽ മുഖ്യമന്ത്രിക്ക് വലിയ പങ്കുണ്ട് എന്നതുമാണ്. ശബരിമലയിലെ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ കേസിൽ സത്യം പുറത്തു വരണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ പോരാ എന്ന നിലപാടിലാണ് പ്രതിപക്ഷവും ഭക്തജന സംഘടനകളും ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്താൽ അത് CPIM-ന് വലിയ രാഷ്ട്രീയ ആഘാതം ഉണ്ടാക്കുമെന്ന് കണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തെ തടഞ്ഞുവെച്ചു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഭയന്നത് മാത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ SIT തയ്യാറായത് എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായിട്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ജനങ്ങളിൽ നിന്നും സത്യം മൂടിവെക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമായിരുന്നു. സാധാരണക്കാരെയും കീഴുദ്യോഗസ്ഥരെയും വേഗത്തിൽ കൊടുക്കുന്ന പോലീസ് ഭരണപക്ഷത്തുള്ള വമ്പൻ സ്രാവുകളെ സംരക്ഷിക്കാൻ വിടുപണി ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിക്കുക കൂടി ചെയ്തു. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കടകംപള്ളി സുരേന്ദ്രന് അടുത്ത ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തൽ വന്നിരുന്നു. ഇതിന് വ്യക്തത നൽകുന്ന ഫോട്ടോകൾ പുറത്തു വന്നിട്ടും ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാൻ SIT ആഴ്ചകളോളം വൈകിയത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണ കവചം ഉള്ളതുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചിരുന്നു. കേസിൽ CPIM നേതാക്കൾക്കും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും പങ്കുള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണം പ്രഹസനമാണെന്നും സത്യം പുറത്തു കൊണ്ടുവരുവാൻ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നും UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണെന്ന ആരോപണം ശക്തമാവുകയും ഇവിടെ തെളിയിക്കപ്പെടുകയും ചെയ്യുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തെളിവ് സഹിതം ഇവിടെ നിരത്തുന്നത്.